വിദ്വേഷ പ്രസംഗങ്ങൾ കൊണ്ടോ കലാ ആവിഷ്കാരത്തിലൂടെയോ സമുദായങ്ങളെ അപമാനിക്കരുതെന്ന് സുപ്രീം കോടതി. ഇത് ഭരണഘടനാപരമായി അനുവദനീയമല്ല. ഭരണഘടനാ പദവിയിലിരിക്കുന്ന മന്ത്രിമാർ ഒരു സമുദായത്തെയും ലക്ഷ്യം വെക്കരുത്. ജാതിയും മതവും ഭാഷയും പരിഗണിക്കാതെ സാഹോദര്യബോധം വളർത്തുകയും സഹപൗരന്മാരെ ബഹുമാനിക്കുകയും വേണം. ഇത് ഓരോരുത്തരുടെയും ഭരണഘടനാ ധർമ്മമാണെന്നും ജസ്റ്റിസ് ഉജ്വൽ ദയാൻ ചൂണ്ടിക്കാട്ടി. അസം മുഖ്യമന്ത്രിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലും നെറ്റ്ഫ്ലിക്സ് സിനിമ കുഷ്കോർ പാട്ടത്തിന്റെ പേര് ചോദ്യം ചെയ്തുള്ള കേസിലുമാണ് സുപ്രീം കോടതിയുടെ പരാമർശം. പേര് മാറ്റാൻ നിർമ്മാതാക്കൾ സമ്മതിച്ചതിനെ തുടർന്ന് കേസ് കോടതി അവസാനിപ്പിച്ചു. വിദ്വേഷ പ്രസംഗങ്ങൾ കൊണ്ടോ കലാ ആവിഷ്കാരത്തിലൂടെയോ സമുദായങ്ങളെ അപമാനിക്കരുതെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് ഭരണഘടനാപരമായി അനുവദനീയമല്ല എന്നും ഭരണഘടനാ പദവിയിലിരിക്കുന്ന മന്ത്രിമാർ ഒരു സമുദായത്തെയും ലക്ഷ്യം വെക്കരുത് എന്നും സുപ്രീം കോടതി പറഞ്ഞു. ജാതിയും മതവും ഭാഷയും പരിഗണിക്കാതെ സാഹോദര്യബോധം വളർത്തുകയും സഹപൗരന്മാരെ ബഹുമാനിക്കുകയും വേണം. ഇത് ഓരോരുത്തരുടെയും ഭരണഘടനാ ധർമ്മമാണെന്നും ജസ്റ്റിസ് ഉജ്വൽ ദയാൻ ചൂണ്ടിക്കാട്ടി.